ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് പാലയാണ്. ചിലർ കാട്ടുപാല എന്ന് പറയും, ചിലർ കള്ളിപ്പാല എന്നും പറയാറുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണിത്. ഞാൻ 2-3 ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പം മനോഹരമായൊരു ഭംഗിയുള്ള പൂക്കളാണ്. പക്ഷേ അതിന് വലിയ സൗന്ദര്യമായിട്ടൊന്നുമില്ല. കൊച്ചു കൊച്ചു ചെറിയ പൂക്കളാണ്. ഒത്തിരി ഉയരത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ സുഗന്ധമെന്ന് പറയുന്നത് ഒരുപാട്, ഞങ്ങളുടെ ആ ഏരിയയിൽ ഒരു 4 മണിക്ക് ശേഷമൊക്കെ ഭയങ്കര മണമായിരിക്കും. എന്താണ് മണം? നല്ല സുഗന്ധം പരത്തുന്ന കള്ളിപ്പാല പൂത്ത് തുടങ്ങി. അത് നിങ്ങളെ കാണിക്കാനാണ്. അതൊരു സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും അറിയാം കള്ളിപ്പാല പൂത്തു കാട് അല്ലേ, അങ്ങനെ പാട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഒരുമാതിരിപ്പെട്ട ആർക്കും ഈ കള്ളിപ്പാല എന്താണെന്നും കാട്ടുപാല എന്താണെന്നും പിന്നെ ഒന്നും പറയത്തില്ല, അറിയത്തില്ല. അപ്പോൾ അതിനെപ്പറ്റി മരങ്ങളെ പറ്റിയോ പൂക്കളെ പറ്റിയോ സസ്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഔഷധങ്ങളെ പറ്റിയോ ഒന്നും ആർക്കും തിരക്കാൻ നേരമില്ല എന്ന് വേണം പറയാൻ. നോ ഇൻട്രസ്റ്റ് എന്ന് വേണം പറയാൻ. കാരണം അങ്ങനെയാണ് കാലം. ഒരുപാട് ഫാസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ പലതിൻ്റെ പുറകെ. അപ്പോൾ നമ്മൾ പ്രകൃതിദത്തമായ പലതിനെയും ചവിട്ടി മറിഞ്ഞാണ് പോകുന്നത്, അല്ലെങ്കിൽ കാണാതെയാണ് പോകുന്നത് എന്ന് വേണം തന്നെ പറയാൻ. നമ്മളോടൊപ്പം തന്നെ ഇല്ലേ, ഇവയിൽ നിന്ന് നമ്മളും മരങ്ങളും പ്രകൃതിയുമായിട്ട് ഒരു ആത്മബന്ധമുള്ളത് പലപ്പോഴും നമ്മൾ മറക്കാറുണ്ട്. കാരണം ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മനോഹരമായ ഒരു കാഴ്ച ആണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കണം തോന്നി. കള്ളിപ്പാലം കള്ളിപ്പാലകൾ പൂത്തു അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും സൂപ്പറായിട്ടുണ്ട്. എനിക്ക് മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ണിന് നല്ല കൗതുകം തോന്നുന്ന കാഴ്ചയും അതിനോടൊപ്പം തന്നെ കുറേ സ്ഥലത്ത് മരങ്ങൾ നിൽക്കുന്നതിന് നടുക്കാണ് ഈ കള്ളിപ്പാല. ഓക്കെ, പിന്നെന്താ പറയുക, സുഗന്ധമെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പലരും പറയലേ യക്ഷിപ്പാല, യക്ഷിയുണ്ട് പാലയിലെ, അതുണ്ട് ഇതുണ്ട് യക്ഷി ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ. സത്യത്തിൽ ആ മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയം വരും. ഒരു സന്ധ്യാകാറാകുമ്പോൾ ഇത് മണം പുറപ്പെടുവിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്, ഒരു ഏരിയ മൊത്തം. അപ്പം നമുക്ക് പഴമക്കാർ പറഞ്ഞതിനോടൊക്കെ ശരിയാണെന്നും നമുക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും കള്ളിപ്പാല. പിന്നെ അതിനോടടുത്ത് തന്നെ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് എന്താ പറയുക, 2-3 മരങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് മരങ്ങൾ കൂടി നിൽപ്പുണ്ട്. പിന്നെ അതിനേക്കാൾ പറങ്കി പൂത്തതുണ്ട്. ഇപ്പോൾ വൃക്ഷങ്ങൾ പൂക്കുന്ന ഒരു സമയമാണ് വൃശ്ചിക മാസം. വൃശ്ചികം, ധനു, മകരം ഇങ്ങനെ മലയാള മാസങ്ങൾ കടന്നു പോവുകയാണ്. കൊഴില് പോവും അല്ലേ, എന്താ പറയുക, വസന്തകാലങ്ങൾ വരികയാണ്. വസന്തം ഗ്രീഷ്മം എന്നൊക്കെ പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ വസന്തകാലം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പറങ്കികളൊക്കെ പൂത്തു. അതിനേക്കാൾ ഉപരിയായിട്ട് വേറൊരു കാര്യം കൂടെ പറയാം. ചെമ്പകം, ഇത് കാണുന്നത് ചെമ്പകമാണ്. ചെമ്പകം എന്ന് പറഞ്ഞാൽ കാട്ടുചെമ്പകം എന്ന് വേണം പറയാൻ. നമ്മൾ കാട്ടുചെമ്പകം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തലമുറയിലുള്ളവരോട് ആരോടെങ്കിലും ചോദിച്ചാൽ ആർക്കും അതിനെപ്പറ്റി ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രകൃതിയിൽ നിൽപ്പുണ്ട്. നമ്മളാരും അതിനെ ശ്രദ്ധിക്കാനോ ഒക്കാനില്ല. എന്നാൽ അറിയാവുന്നവരും ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കാട്ടുചെമ്പകം. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ മണം പരത്തുന്നത് പറയാൻ പറ്റില്ല. അങ്ങനെ പ്രകൃതിയിൽ സുഗന്ധം പരത്തുന്ന ഒരുപാട് ഇതുപോലുള്ള വൃക്ഷങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് കാട്ടുചെമ്പകം. കാട്ടുചെമ്പകത്തിലെ നീണ്ട ഇലയാണ്. ഏകദേശമൊക്കെ എങ്ങനെ പറയുക, മാവിൻ്റെ ഇല പോലൊക്കെ കൂർത്ത് വരും. എന്നിട്ട് നീണ്ട മഞ്ഞ പൂവാണത് കാട്ടുചെമ്പകം. എന്താ മണമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ സുഗന്ധം നമ്മൾ അനുഭവിച്ചറിയണം. അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ പാട്ടുകാരൊക്കെ പാടുകയല്ലേ, കാറ്റുചെമ്പക പൂമരത്തിലെ കാറ്റുപെട്ടെന്ന് കാത്തു വെച്ചൊരു ചക്കരമാവിൽ തേൻ കനിഞ്ഞെന്ന് കൊമ്പിൽ കെട്ടിൽ കെട്ടാൻ കടന്നു പോയോർക്ക് ഏറ്റുപാടാൻ കൂത്തുപോയൊരു കൂട്ടുതത്തമ്മേ. അങ്ങനൊരു പാട്ടുണ്ട്. ഇത് ഒരുപാട് ഉയരത്തിലായതുകൊണ്ട് അങ്ങനെ ഒരു സൂം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരുപാട് ഉയരത്തിലാണ് ഈ മരം നിൽക്കുന്നത്. ഇങ്ങനെ കാണിക്കാൻ ഒക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഫ്രണ്ട്സ്.